ഹലോ ഗായ്സ്, ഇന്ന് നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഓട്സ് ആദ്യം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. പിന്നീട് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ട ശർക്കരയായിരുന്നു, നല്ല കറുത്ത ശർക്കരയാണ്. അപ്പോൾ അത് പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയിട്ട് കുറച്ച് ഏലക്കയും കൂടെ 3 ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ശർക്കര നല്ല അലിഞ്ഞതുപോലെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് റോബസ്റ്റ പഴമാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 3 റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഡയറ്റിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ തന്നെ മധുരമൊക്കെ കഴിക്കാനുള്ള ഭയങ്കര ക്രേവിങ്സ്, അല്ലെങ്കിൽ ബേക്കറി കഴിക്കാനുള്ള ക്രേവിങ്സ് ഉണ്ടെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓയിലോ ബട്ടറോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ശർക്കരയും പഴവും കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ ഓട്സിൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ ഡയറ്റുകാർക്കൊക്കെ പേടിയില്ലാതെ കഴിക്കാം. നല്ല ഫൈബറാണ്, പിന്നെ ക്യാരറ്റിൻ്റെ ഗുണങ്ങളുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെയാണ്. പിന്നീട് നമ്മൾ ഇതിൻ്റെ മിക്സിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂണോളം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് അല്പം ഉപ്പ് പൊടിയും സോഡ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബേക്കിംഗ് പൗഡർ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി കേക്ക് പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. പിന്നീട് കുറച്ച് പാലും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കേക്ക് ടിന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം നന്നായിട്ട് എണ്ണ തേച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാനാണ് ഞാനിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നീട് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി വെറുതെ മുകളിൽ കുറച്ച് സീഡ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ബദാമോ അണ്ടിപ്പരിപ്പ് പിസ്തയൊക്കെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വിചാരിച്ചത് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാമെന്നായിരുന്നു. പക്ഷേ എയർ ഫ്രയർ വർക്കായില്ല. പിന്നീട് ഒരു ഓവൻ സെറ്റപ്പ് പോലെ ഒരു വലിയ പാത്രത്തിനകത്ത് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഗ്യാസിൽ വെച്ച് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഇത് വെന്തോന്നൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഒരു 15 മിനിറ്റിന് ശേഷം. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും നന്നായിട്ട് കുറച്ച് സമയം കൂടി ഒരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ട് വേകാനായിട്ട്. നന്നായിട്ട് വേവിച്ചെടുത്ത് അപ്പം നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, പേടിക്കാതെ തന്നെ കഴിക്കാം. ഓയിലോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് എല്ലാവർക്കും. ഹലോ ഗായ്സ്, ഇന്ന് നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഓട്സ് ആദ്യം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് മാത്രമേ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. പിന്നീട് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ട ശർക്കരയായിരുന്നു, നല്ല കറുത്ത ശർക്കരയാണ്. അപ്പോൾ അത് പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയിട്ട് കുറച്ച് ഏലക്കയും കൂടെ 3 ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശർക്കര നല്ല അലിഞ്ഞതുപോലെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് റോബസ്റ്റ പഴമാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 3